ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ലുലു മോൾ വീഡിയോ എന്ന് പറയാം, അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ലുലു മോൾ കാണാൻ പോയതാണ്. കോട്ടയത്ത് ലുലു മോൾ വന്നത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ കോട്ടയത്ത് ലുലു മോൾ വന്ന സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നത് കൊണ്ട് എനിക്ക് പോയിട്ട് കാണാൻ സാധിച്ചില്ല. നമ്മൾ കോട്ടയം ലുലു മോൾ കാണാൻ ഇപ്പോഴാണ് പോകുന്നത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഏകദേശം നമ്മളൊരു 2 hours സ്പെൻഡ് ചെയ്ത് കുറേ ഷോപ്പ് ചെയ്തു. പക്ഷേ എനിക്ക് ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഹൈപ്പർ മാർക്കറ്റിൽ. പിന്നെ തരക്കുഞ്ഞിനെയും കൺമണിക്കുഞ്ഞിനെയും ഒരേ രീതിയിൽ മാനേജ് ചെയ്യുകയും വേണമായിരുന്നു. അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു വീഡിയോ പോലും എടുക്കാൻ സാധിച്ചില്ല. ആ തിരക്കിനകത്ത് കൂടെ വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കുഞ്ഞുങ്ങളെയും കൂടെ മാനേജ് ചെയ്ത് പോകേണ്ടതുകൊണ്ട്. പിന്നെ നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നേരെ മുകളിൽ ഫുഡ് കോർട്ടിലേക്കാണ് വന്നത്. അവിടെ വന്നപ്പോഴാണ് ഒന്ന് ക്യാമറ എടുക്കാനുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് കിട്ടിയത്. എല്ലാവരും ഒന്ന് ഇരുന്ന് കഴിഞ്ഞപ്പം നമുക്കത് എടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ബിരിയാണി, സ്ട്രോബെറി ഡിപ്പും സദ്യയായിരുന്നു. സദ്യ വലിയ കുഴപ്പമില്ല, കിടുക്കെന്ന് പറയാനില്ല, എന്നാലും ഓക്കെ ആയിരുന്നു. പായസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബിരിയാണി സൂപ്പറായിരുന്നു, ഒന്നും പറയാനില്ല, ബിരിയാണി അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സ്ട്രോബെറി ഡിപ്പ് ഉണ്ടായിരുന്നു. ഞാനൊരു ചോക്ലേറ്റ് ലവറൊന്നും അല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ചോക്ലേറ്റിനോടൊരു വലിയ ഇഷ്ടമുള്ള ആളൊന്നും അല്ല. പക്ഷേ ഈ സ്ട്രോബെറി ഡിപ്പ് സൂപ്പറായിരുന്നു കേട്ടോ. ആ ഒറിജിനൽ സ്ട്രോബെറീസ് ആയിരുന്നു അതിനകത്ത് നമുക്ക് കട്ട് ചെയ്തവർ തരുന്നത്. അതാ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് ആ ഒരു പുളിപ്പും മധുരവും ഒരു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ട്രൈ ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ, നല്ല സൂപ്പറാണ്. പിന്നെ ഒരു മാംഗോ ഡിലൈറ്റുമാണ് വാങ്ങിയത്. മാംഗോ ഡിലൈറ്റും കിഡിലനായിരുന്നു. ആ മാംഗോയുടെ ശരിക്കും ഉള്ള ഫ്ലേവർ അതിനകത്ത് നമുക്ക് അറിയാനുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിച്ചിട്ടാണോ തണുപ്പ് കഴിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല, എനിക്ക് കോൾഡ് ആയിട്ടുണ്ട്. എന്തായാലും ഞാനും തരക്കുഞ്ഞും അത് നല്ലപോലെ എൻജോയ് ചെയ്ത് കഴിച്ചു. അതിനുശേഷം ഫണ്ടൂറയിലേക്കാണ് ഞങ്ങൾ പോയത്. അവിടെ താരക്കുഞ്ഞിന് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാനുള്ളതുണ്ടായിരുന്നു. അവിടെ നമ്മളൊരു കാർഡ് റീചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഗെയിംസിലും നമുക്ക് ഇഷ്ടമുള്ള ഗെയിംസിലൊക്കെ നമുക്ക് കയറാം. പക്ഷേ താരക്കുഞ്ഞ് കുഞ്ഞായതുകൊണ്ട് തന്നെ അവൾക്ക് പറ്റുന്ന ഗെയിമിങ്ങിലൊക്കെയാണ് നമ്മൾ അവളെ കയറ്റി കാണിച്ചു കൊടുത്തത്. അങ്ങനെ അവൾ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ പാവ കിട്ടുന്ന ഗെയിമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് പാവേനെ കിട്ടിയില്ലെങ്കിലും ആ ഗെയിമിങ്ങിൽ നിന്ന് ഞങ്ങൾക്ക് കുറേ ചോക്ലേറ്റ്സ് ഒക്കെ കിട്ടി. അതുകൊണ്ട് അവൾ ഹാപ്പിയായി. ഒന്നും കിട്ടാണ്ട് വന്നില്ലല്ലോ എന്നായിരുന്നു അവൾ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞല്ലോ, ഒരുമാതിരി അവൾക്ക് പറ്റുന്ന എല്ലാ സെക്ഷനും അവൾ യൂട്ടിലൈസ് ചെയ്തു. അപ്പോൾ അടിപൊളി ഒരു ഡേ ആയിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ കുട്ടി വ്ളോഗ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ, സീ യു.